എൽച്ചയുടെ തട്ടകമായ എസ്റ്റാഡിയോ മാനുവലിൽ അരങ്ങേറിയ മത്സരത്തിൽ 1-3 ഗോളുകൾക്കാണ് ബാർസലോണ ജയം സ്വന്തമാക്കിയത്. മത്സരം കണ്ടവർക്കറിയാം 3-1 ഒതുങ്ങേണ്ട കളിയായിരുന്നില്ല. നിരവധി മികച്ച അവസരങ്ങളാണ് ബാർസലോണ നഷ്ടപ്പെടുത്തിയത്. മത്സരത്തിൽ സർവാധിപത്യം സ്ഥാപിച്ചത് ബാർസ തന്നെയായിരുന്നു. 61% പന്തവകാശമാണ് ബാർസക്കുള്ളത്. 30 ഷോട്ടുകൾ ടേക്ക് ചെയ്തതിൽ 8 ഓൺ ടാർഗറ്റുകളായിരുന്നു. വലയിലെത്തിക്കാനായത് 3 മാത്രമായിരുന്നു. റാഫീഞ്ഞ, ഫെറാൻ ടോറസ്, ലാമിൻ യമാൽ എന്നീ താരങ്ങളായിരുന്നു ബാർസലോണയുടെ മുന്നേറ്റ നിര നയിച്ചത്. മത്സരത്തിന്റെ ആദ്യ മിനിറ്റിൽ തന്നെ ഗോളി മാത്രം മുന്നിൽ നിൽക്കെ ലാമിൻ യമാലിന് മികച്ചൊരവസരം ലഭിക്കുന്നുണ്ട്. കൃത്യമായി പന്തിനെ കണക്ട് ചെയ്യാൻ സാധിക്കാത്തതിനാൽ പന്ത് വെളിയിലേക്ക്. കാറ്റലോണിയൻ ഫുട്ബോൾ പ്രേമികൾക്ക് തങ്ങളുടെ പ്രിയ ടീമിനായി ആവേശപൂർവ്വം മാർപ്പ് വിളിക്കാൻ ഒട്ടും വൈകേണ്ടി വന്നില്ല. മത്സരത്തിന്റെ വിസിൽ മുഴങ്ങി മിനിറ്റുകൾക്കകം തന്നെ സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ബാർസലോണ ലീഡ് എടുക്കുന്നു. ലാമിൻ യമാലിലൂടെയാണ് ബാർസ തങ്ങളുടെ ആദ്യ ലീഡ് സ്വന്തമാക്കുന്നത്. മത്സരത്തിന്റെ 6-ാം മിനിറ്റിലായിരുന്നു ആ സുവർണ നിമിഷം പിറന്നത്. മധ്യനിരയിൽ നിന്നും ഡാനി ഓൾമോ തൊടുത്തുവിട്ട മനോഹരമായൊരു ത്രൂ പാസ് എൽച്ചയുടെ പ്രതിരോധ പടയെ കീറിമുറിച്ചുകൊണ്ട് ബോക്സിലേക്ക്. പന്തിന്റെ ഗതി കൃത്യമായി മനസ്സിലാക്കിയ ലാമിൻ യമാൽ അസാമാന്യ വേഗതത്തോടെ അത് പിടിച്ചെടുത്തു. മുന്നിൽ തടസ്സമായി നിന്ന എൽച്ചയുടെ ഗോൾ കീപ്പർ പെനയെ അതിവിദഗ്ധമായ ഒരു ബോഡി ഫെയിന്റിലൂടെ വെട്ടിയൊഴിഞ്ഞുകൊണ്ട് യമാൽ തന്റെ ക്ലാസ് തെളിയിക്കുന്നുണ്ട്. നിസ്സഹനായ ഗോൾ കീപ്പറെ കാഴ്ചക്കാരനാക്കി മാറ്റിയ ശേഷം മനോഹരമായ പന്ത് വലയിലെത്തിച്ചു. നൗ ബാർസലോണ 1 എൽച്ചെനിൽ. പിന്നാലെ ആ ഗോൾ തിരിച്ചടിക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്ന എൽച്ചയുടെ മുന്നേറ്റങ്ങളാണ് ആരാധകർ കണ്ടത്. മത്സരത്തിന്റെ 15-ാം മിനിറ്റിൽ വലത് വിങ്ങിൽ നിന്ന് റാഫീഞ്ഞ പ്രതിരോധ താരങ്ങൾക്കിടയിലൂടെ ഓൾമോയിലേക്ക് ഒരു പാസ് കൊടുക്കുന്നു. നിർഭാഗ്യമെന്നോണം കൃത്യമായി ഷോട്ട് ചെയ്യാൻ സാധിക്കാതെ പോയി. 17-ാം മിനിറ്റിൽ ഫെർമിൻ ലോപ്പസ് ഒരു ശ്രമം നടത്തിയെങ്കിലും വിഫലമാകുന്നു. ബാർസയുടെ പ്രതിരോധ കോട്ടകൾക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് പലതവണയാണ് എൽച്ചയുടെ മുന്നേറ്റ നിരക്കാർ നീക്കങ്ങൾ നടത്തിയത്. എന്നാൽ ലക്ഷ്യം മാത്രം അകന്നു നിൽക്കുകയായിരുന്നു. 27-ാം മിനിറ്റിൽ ഓൾമോ തൊടുത്തുവിട്ട ഷോട്ട് മുകൾ ബാറിൽ തട്ടിത്തെറിച്ചു. നിർഭാഗ്യങ്ങളുടെ നേൾവെട്ടമാണ് ബാർസയുടെ പല മുന്നേറ്റങ്ങളിലും നാം കണ്ടത്. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ ബാർസലോണയുടെ ലീഡിന് ഇല്ലായ്മ ചെയ്തുകൊണ്ട് എൽച്ചയുടെ 20-ാം നമ്പറുകാരൻ അൽവാരോ റോഡ്രിഗസ് ബാർസയുടെ പ്രതിരോധ താരം എറിക്കിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഗോൾ കണ്ടെത്തി. അതോടെ ബാർസ 1 എൽച്ചെ 1. ആദ്യ പകുതി പിരിയുന്നതിന് തൊട്ടു മുമ്പ് മത്സരത്തിൽ നിർണായക ലീഡ് നേടി ബാർസലോണ. മനോഹരമായൊരു ടീം ഗെയിമിലൂടെയാണ് ബാർസയുടെ 2ാമത്തെ ഗോൾ പിറന്നത്. ഫെറാൻ ടോറസ് ബോക്സിനുള്ളിൽ നിലയുറപ്പിച്ചിരുന്ന ഫ്രെങ്കി ഡിയോങ്ങിലേക്ക് കൃത്യമായ പാസ് നൽകുന്നു. പന്ത് സ്വീകരിച്ച ഡിയോങ് തന്റെ തനതായ ശൈലിയിൽ ഗോൾ കീപ്പറെയും പ്രതിരോധ നിരയെയും ഒരേപോലെ വെട്ടിച്ചുകൊണ്ട് താരം സ്വയം ഫിനിഷ് ചെയ്യുമെന്ന് കരുതി നിന്ന എൽച്ചെ പ്രതിരോധ താരങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഡിയോങ് പന്ത് വീണ്ടും ടോറസിലേക്ക് തന്നെ എത്തിക്കുന്നു. പന്ത് സ്വീകരിക്കുമ്പോൾ ടോറസിന് മുന്നിൽ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രതിരോധ താരങ്ങളെ വെറും കാഴ്ചക്കാരാക്കി നിർത്തിക്കൊണ്ട് ടോറസ് അനായാസം പന്ത് വലയിലെത്തിച്ചു. ഈ ഗോളോടെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ബാർസലോണ 2-1 എന്ന സ്കോറിന് മുന്നിലെത്തുകയാണ്. 2ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അൽവാരോ റോഡ്രിഗസ് കാറ്റലോണിയൻ പ്രതിരോധ കോട്ടകൾക്ക് പരീക്ഷണമെന്നോണം വീണ്ടും ഷോട്ട് ഉതിർക്കുന്നു. നേരിയ വ്യത്യാസത്തിൽ വെളിയിലേക്ക്. പിന്നാലെ എൽച്ച ഗോൾ കണ്ടെത്തിയെങ്കിലും റഫറി ഓഫ്സൈഡ് ഫ്ലാഗ് ഉയർത്തുന്നുണ്ട്. മത്സരത്തിന്റെ 64-ാം മിനിറ്റിൽ ലാമിൻ യമാൽ ഫെർമിൻ ലോപ്പസിലേക്ക് പാസ് എത്തിക്കുന്നു. എന്നാൽ ഫെർമിനും പിഴക്കുകയാണ്. 67-ാം മിനിറ്റിൽ മൈതാന മധ്യത്ത് നിന്ന് കിട്ടിയ പാസ് പിടിച്ചെടുത്ത് എൽച്ചയുടെ ഗോൾ മുഖത്തേക്ക് റാഫീഞ്ഞക്ക് പകരക്കാരനായി ഇറങ്ങിയ റാഷ്ഫോർഡ് ഇരച്ചു കയറുന്നു. ഗോൾ കണ്ടെത്താൻ ലഭിച്ച സുവർണ അവസരം റാഷ്ഫോർഡിന് മുതലെടുക്കാൻ സാധിച്ചില്ല. മത്സരത്തിന്റെ 72-ാം മിനിറ്റിൽ എൽച്ചയുടെ പ്രതിരോധ കോട്ടകളെ പിടിച്ചുകുലുക്കിക്കൊണ്ട് ബാർസലോണ തങ്ങളുടെ 3ാമത്തെ ഗോളും കണ്ടെത്തി. മൈതാനത്തിന്റെ വലത് വിങ്ങിലൂടെ മിന്നൽ വേഗത്തിൽ പന്തുമായി മുന്നേറിയ യുവതാരം ലാമിൻ യമാൽ എൽച്ചെ ഗോൾ കീപ്പറെയും പ്രതിരോധ നിരയെയും ഒരേപോലെ സമ്മർദ്ദത്തിലായിക്കൊണ്ടാണ് ബോക്സിനുള്ളിലേക്ക് കുതിച്ചു കയറിയത്. പ്രതിരോധ താരങ്ങൾ യമാലിനെ തടയാൻ ശ്രമിക്കുന്നതിനിടെ താരം പന്ത് കൃത്യമായി റാഷ്ഫോർഡിന് കൈമാറി. പന്തിനായി ബോക്സിനുള്ളിൽ ഒരു പടി മുന്നിലെത്തിയ റാഷ്ഫോർഡ് പന്തിന്റെ ഗതിക്കനുസരിച്ച് അതിവേഗം പിന്നോട്ട് വലിഞ്ഞ് പന്ത് നിയന്ത്രണത്തിലാക്കി. ഗോളിയെയും ഡിഫൻഡർമാരെയും നിസ്സഹരാക്കിക്കൊണ്ട് തികഞ്ഞ ക്ലിനിക്കൽ ഫിനിഷിങ്ങിലൂടെ റാഷ്ഫോർഡ് പന്തിനെ വലയുടെ മൂലയിലേക്ക് എത്തിച്ചു. ഈ തകർപ്പൻ ഗോളോടുകൂടി ബാർസലോണ 3-1 എന്ന സ്കോറിന് മുന്നിലെത്തുകയാണ്. പിന്നാലെ എൽച്ച മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ഒന്നും ലക്ഷ്യത്തിലെത്തിക്കാൻ അവർക്ക് സാധിച്ചില്ലായിരുന്നു.
ഇതോടെ 22 മത്സരങ്ങളിൽ നിന്ന് 55 പോയിന്റുമായി ലാലിഗ പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് കാറ്റലോണിയൻ പട. 2-ാം സ്ഥാനത്തുള്ള റയൽ മാഡ്രിഡിനേക്കാൾ 4 പോയിന്റിന്റെ വ്യത്യാസമാണ് നിലവിലുള്ളത്. ഇന്ന് നടക്കുന്ന റയൽ മാഡ്രിഡ് വേഴ്സസ് റയോ വെല്ലക്കാനോ മത്സരത്തിൽ റയൽ മാഡ്രിഡിന് വിജയിക്കാനായാൽ പോയിന്റ് വ്യത്യാസം 1 വെട്ടിച്ചുരുങ്ങും.